കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ മനു അഭിഷേക് സ്വിഗ്ഗിയുടെ സീറ്റിൽ നോട്ട് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന നേതാവ് ജയറാം രമേശ്. 50,000 രൂപ കയ്യിൽ കരുതുന്നത് അസ്വാഭാവികമോ സംശയാസ്പദമോ അല്ല. ബി.ജെ.പി എംപിമാരടക്കം അത്രയും തുക പാർലമെന്റിൽ കൊണ്ടുവരാറുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് തുറന്നടിച്ചത്. എന്റെ സഹപ്രവർത്തകൻ മനു അഭിഷേക് സ്വിഗ്ഗിയുടെ പേരിലാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. പരിശോധന നടന്നത് 6 മണിക്ക് ശേഷമാണ്. എവിടെ നിന്നാണ് അത് വന്നത്? അക്കാര്യങ്ങൾ അന്വേഷിക്കൂ. അപ്പോൾ കാര്യങ്ങളിൽ വ്യക്തത വരും. വേണമെങ്കിൽ ജോയിന്റെ പാർലമെന്ററി കമ്മിറ്റി തന്നെ അന്വേഷിക്കട്ടെ. ഇത് സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്നാണ് ജയറാം രമേശ് തുറന്നടിച്ചത്. ബി.ജെ.പി നേതാക്കളോടടക്കം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം കയ്യിലുണ്ടായിരുന്ന 50,000 രൂപ കയ്യിലുണ്ടെന്ന് എന്നെ കാണിച്ചു തന്നു. ഒരാളുടെ പോക്കറ്റിൽ 50,000 രൂപയുണ്ടെങ്കിൽ അതിൽ അതിശയിക്കാൻ തക്കതൊന്നുമില്ല. എന്നാൽ ഇത്രയും ഭീമമായ തുക താൻ പാർലമെന്റിലേക്ക് കൊണ്ടുപോകാറില്ലെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. പാർലമെന്റിലെ സീറ്റ് നമ്പർ 222 സമീപത്ത് നിന്നും പണം കണ്ടെത്തിയെന്നാണ് രാജ്യസഭാ ചെയർപേഴ്സൺ ജഗദീപ് ധൻകർ പറഞ്ഞത്. മനു അഭിഷേക് സ്വിഗ്ഗിയുടെ സീറ്റാണിത്. വിഷയത്തിൽ അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം 50,000 രൂപ കണ്ടെത്തി എന്ന ആരോപണം സ്വിഗ്ഗി നിഷേധിക്കുകയാണ് ചെയ്തത്. താൻ വെറും 500 രൂപ മാത്രം സഭയിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാണെന്നും കണ്ടെത്തിയ പണത്തെക്കുറിച്ച് യാതൊരു അറിവില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വെറും 500 രൂപ മാത്രമാണ് ഞാൻ കൊണ്ടുപോയത്. ഇത് ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. 12:57 ഞാൻ രാജ്യസഭയിൽ എത്തിയത്. സഭ 1 മണിക്ക് പിരിഞ്ഞു. 1:30 വരെ ഞാൻ ക്യാന്റീനിൽ ഇരിക്കുകയായിരുന്നു. അന്വേഷണം നടക്കട്ടെ എന്നാണ് നേതാവിന്റെ വാദം. അതേസമയം അന്വേഷണം നടത്തി പണം എങ്ങനെ വന്നുവെന്നും ആരുടേതാണെന്നും കണ്ടെത്തുന്നതിനു മുൻപേ ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ലെന്നായിരുന്നു AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടത്. സഭ നിർത്തിവെച്ചതിനു ശേഷം നടക്കുന്ന പതിവ് പരിശോധനയിലാണ് മനു അഭിഷേക് സ്വിഗ്ഗി അനുവദിച്ച സീറ്റ് നമ്പർ 222 നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കറൻസി നോട്ടുകൾ കണ്ടെടുത്തത്. സുരക്ഷാ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരും രാജ്യസഭാ സെക്രട്ടേറിയറ്റ്, മുതിർന്ന എംപിമാർ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ മേൽ നോട്ടത്തിലായിരിക്കും അന്വേഷണം. പണം എങ്ങനെയാണ് സഭയിലേക്ക് എത്തിയതെന്ന് കണ്ടെത്താനായി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും.